സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. മലപ്പുറം വാഴക്കാട് വീട്ടമ്മയുടെ ജഡം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊല്ലറി ഫാത്തിമയാണ് മരിച്ചത്. ആത്മഹത്യയാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. വീടിന്റെ തൊട്ടടുത്ത് കിണറിനരികിൽ കത്തിക്കരിഞ്ഞ് മരിച്ച നിലയിലാണ് ഫാത്തിമയുടെ ജഡം കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയാണ് ക്രൂരത അരങ്ങേറിയത് എന്ന് പോലീസ് പറഞ്ഞു. രാത്രി 9-ന് ഫാത്തിമ ഉറങ്ങാൻ കിടന്നതായി മകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. രാത്രി 3 മണിക്ക് ഉറക്കമുണർന്ന സമയത്ത് ഉമ്മയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനോട് ചേർന്നുള്ള കിണറിനരികെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് വാഴക്കാട് പോലീസ് കേസെടുത്തു. ഫോറൻസിക് പരിശോധനയടക്കം വിശദ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് വാഴക്കാട് പോലീസ്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. തൊട്ടടുത്ത് വലിയ മണ്ണെണ്ണ ക്യാനും കണ്ടെത്തി. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. തൊട്ടടുത്ത് ഇവർക്കായി പുതിയ വീട് പണി നടന്നുവരുന്നുണ്ട്. മക്കളോടൊപ്പമായിരുന്നു താമസം. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചലച്ചിത്ര നടി ഭാനുപ്രിയയുടെ ചെന്നൈയിലെ ടി നഗറിലെ വീട്ടിൽ പോലീസ് റെയ്ഡ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് നടന്ന റെയ്ഡിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളെ മോചിപ്പിച്ചു. കുട്ടികൾ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന് സംശയിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബാലികയെ വീട്ടുജോലിക്ക് നിർത്തി പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്നയാളാണ് നടി ഭാനുപ്രിയ. ആന്ധ്രാപ്രദേശിൽ നിന്ന് ചെന്നൈയിലേക്ക് ഏജന്റ് വഴി എത്തിച്ചതാണ് ഈ കുട്ടികളെ എന്നാണ് സംശയം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വീട്ടുജോലിക്ക് നിർത്തുന്നത് 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ഭാനുപ്രിയയ്ക്കും സഹോദരനുമെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് റെയ്ഡ് നടന്നതെന്നാണ് വിവരം. കേസിനെക്കുറിച്ച് ചെന്നൈ പോലീസ് പറയുന്നത് ഇങ്ങനെ വായിച്ചെടുക്കാം. 14-കാരിയെ വീട്ടുജോലിക്ക് നിർത്തി പീഡിപ്പിച്ചെന്നാണ് നടിക്കെതിരെ ആദ്യമുയർന്ന പരാതി. നടിയെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടി ആവശ്യപ്പെട്ട് ബാലാവകാശ പ്രവർത്തകൻ അച്യുത റാവു ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾക്ക് കത്തയച്ചിരുന്നു. തുടർന്നാണ് ദേശീയ ബാലാവകാശ కమిషన్ భానుప్రియയുടെ వీటిల్ రైడ్ നടത്താൻ ఉత్తరవిట్టదు. మా ఇంట్లో చెవిలీలు, బంగారం, గాజులు, నల్లపూసలు, అలాగే సుమారు 1,50,000 రూపాయల అమౌంట్, ఐప్యాడ్, వాచ్, కెమెరా ఇవన్నీ అప్పుడప్పుడు దొంగతనం చేసి దాన్ని మేము ఒకరోజు పట్టుకొని అరగగా మా మదర్కి ఇచ్చానని చెప్పడంతో ఐప్యాడ్, వాచ్, కెమెరా తీసుకొచ్చి ఇచ్చేశారు. రిమైనింగ్ కూడా ఇచ్చేయమ్మా, మీ మీద కేసు పెట్టే మాకు ఇష్టం లేదని చెప్పి వాళ్ళు చెప్పడంతో సరే నేను ఇంటికెళ్ళి తీసుకొచ్చేస్తానని చెప్పి సామర్లకోట వచ్చేసారండి. റെയ്ഡിന് പിന്നാലെയാണ് അച്യുത റാവുവിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. ഭാനുപ്രിയയുടെ വീട്ടിൽ പരാതിയിൽ പറയുന്നതുൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കണ്ടെത്തിയതായി റാവു പറഞ്ഞു. കുട്ടിക്കടത്തിന്റെ ഭാഗമാണിതെന്നാണ് സംശയം. കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. എന്നാൽ ഇക്കാര്യം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂവെന്നും ചെന്നൈ പോലീസ് വ്യക്തമാക്കി. നടിയും അമ്മയും ബാലാവകാശങ്ങൾ ലംഘിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരേ ഇടനിലക്കാരനാണ് കുട്ടികളെ എത്തിച്ചതെന്നത് മനുഷ്യക്കടത്തിന്റെ സാധ്യത കൂട്ടുന്നുവെന്നും പരാതിക്കാരനായ റാവു പറയുന്നു. ബാലവേല നിരോധന പ്രകാരമാണ് നടിക്കെതിരെ പരാതി. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വീട്ടുജോലിക്ക് നിർത്തുന്നത് 2 വർഷം തടവും 50,000 രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പെൺകുട്ടിയുടെ പ്രായം തനിക്കറിയില്ല എന്നായിരുന്നു ഭാനുപ്രിയയുടെ നിലപാട്. ആന്ധ്രയിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ നിന്നുള്ള പ്രഭാവതി എന്ന സ്ത്രീയാണ് നടിക്കെതിരെ ആദ്യം രംഗത്തെത്തിയത്. തന്റെ 14 വയസ്സുള്ള മകളെ ഭാനുപ്രിയ വീട്ടുജോലിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നും ക്രൂരമായി പീഡിപ്പിച്ചെന്നുമാണ് సమాల్కోట పోలీస్ స్టేషన్ ప్రభావతి పరాది നൽകിയത്. పొదుగుదారు బాగా భర్త లేక పెట్టవలసిన పరిస్థితి వచ్చింది సార్. వస్తే సంవత్సరం బట్టి నుంచి చేసిందండి. సంవత్సరం బట్టి నుంచి ఆన్లైన్ వాళ్ళు ఇప్పుడు తీసుకురావడానికి వెళ్ళాను సార్. మా పాప ఫోన్ చేసి ఇలా ఆశ్చర్యపడేస్తున్నారు, ఇక్కడ కాల్ చేసి కొట్టారంట సార్. కొడితే ఆ నైట్ వెళ్ళాక పొద్దున వెళ్ళామండి మేము. పొద్దున వెళ్తే మీరు అక్కడ ఆగండి, మీ అమ్మాయి దొంగతనం చేసింది, లడ్డూలు తినేసి ఆవిడొచ్చి లడ్డూలు తినేస్తుంది అన్నారు. పోలీసు క్షమించడానికి కాల్ మీద పడ్డాను సార్. മാസം 10,000 രൂപ ശമ്പളത്തിലാണ് ഏജന്റ് വഴി പെൺകുട്ടി ഭാനുപ്രിയയുടെ അടുത്തെത്തുന്നത്. ചെന്നൈയിലെ വീട്ടിൽ ഭാനുപ്രിയ പെൺകുട്ടിയെ ജോലിക്ക് നിർത്തിയിരുന്നു.
18 മാസത്തോളം ശമ്പളം നിഷേധിക്കുകയും മറ്റു തരത്തിൽ പീഡിപ്പിക്കുകയും ചെയ്തു. മാസങ്ങളായി കുടുംബവുമായി ബന്ധപ്പെടാനുള്ള അവസരവും നിഷേധിച്ചു. ഭാനുപ്രിയയുടെ സഹോദരൻ ഗോപാലകൃഷ്ണൻ പെൺകുട്ടിയെ ഉപദ്രവിച്ചതായി അജ്ഞാത സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് വീട്ടുകാർ ചെന്നൈയിലെത്തിയത്. പെൺകുട്ടിയെ വിട്ടുകിട്ടണമെങ്കിൽ 10 ലക്ഷം രൂപ ഭാനുപ്രിയ ആവശ്യപ്പെട്ടതായും മാതാവ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. പെൺകുട്ടി തങ്ങളുടെ വീട്ടിൽ നിന്ന് 1.5 ലക്ഷം വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ചെന്ന് ഭാനുപ്രിയ സമാൽകോട്ട സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മോഷണക്കേസിൽ പരാതി നൽകിയപ്പോൾ കുടുംബം തനിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു എന്നാണ് നടിയുടെ വാദം. തെലുങ്ക്, തമിഴ്, മലയാളം സിനിമയിലൂടെ പ്രശസ്തിയാണ് 52-കാരിയായ ഭാനുപ്രിയ. നടിയുടെ സഹോദരനെതിരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചി ബ്യൂട്ടി സലൂൺ വെടിവെപ്പ് കേസിൽ 3-ാം പ്രതി രവി പൂജാരിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി IG വിജയ് സാക്കറെ വ്യക്തമാക്കി. രവി പൂജാരിയുടെ അറസ്റ്റ് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചെന്നും വിജയ് സാക്കറെ കൊച്ചിയിൽ പറഞ്ഞു. ആഫ്രിക്കയിലെ സെനഗലിൽ അറസ്റ്റിലായ അധോലോക കുറ്റവാളി രവി പൂജാരിയെ ഇന്ത്യയിലെത്തിച്ചാൽ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള നടപടികൾ കേരള പോലീസ് സ്വീകരിച്ചുവെന്ന് IG വിജയ് സാക്കറെയാണ് വ്യക്തമാക്കിയത്. പൂജാരിയുടെ അറസ്റ്റ് സംബന്ധിച്ച് കേരള പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനുവരി 19-നാണ് പൂജാരി ആഫ്രിക്കയിലെ സെനഗലിൽ അറസ്റ്റിലായ വിവരം സ്ഥിരീകരിച്ചത്. പൂജാരി ഒളിവിൽ കഴിഞ്ഞത് എവിടെയെന്ന് കണ്ടെത്തിയത് 4 മാസം മുൻപാണ്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാൾക്കെതിരെ 60-ലധികം ക്രിമിനൽ കേസുകളുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുക എന്നീ കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രവി പൂജാരിയുടെ അറസ്റ്റ് സംബന്ധിച്ച സ്ഥിരീകരണത്തിന് സംസ്ഥാന പോലീസ് ഇന്റർപോളിന് കത്ത് നൽകിയിരുന്നു. CBI മുഖേനയാണ് കത്ത് നൽകിയത്. രവി പൂജാരിയെ പിടികൂടിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയതെന്നും IG പറഞ്ഞു. രവി പൂജാരി അദ്ദേഹത്തിന് അറസ്റ്റ് സെനഗലിലായിട്ടുണ്ടത്. അങ്ങനെ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടത്. ഇത് നമ്മുടെ കേസിലെ ഇയാൾ പ്രധാനപ്പെട്ട പ്രതിയാണ്. ശരി, ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നടപടി കൊച്ചി പോലീസ് ചെയ്യുന്നുണ്ട്. ഇയാളിൻ്റെ എക്സ്ട്രാഡിഷനിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇയാൾ ഇന്ത്യയിൽ വന്നിട്ട് ശേഷം നമുക്ക് കിട്ടും. രവി പൂജാരി നമ്മുടെ കേസിൽ പ്രതിയാണ്. ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇയാളുടെ കസ്റ്റഡി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നടപടി കൊച്ചി പോലീസ് ചെയ്യുന്നുണ്ട്. അതേസമയം പൂജാരിയുടെ അറസ്റ്റ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. രവി പൂജാരിയെ കുടുക്കിയത് ഗുജറാത്തിലെ ബിസിനസ്സുകാരന് ലഭിച്ച ഭീഷണി ഫോൺ കോളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. രാഷ്ട്രീയത്തിൽ ഏറെ പിടിപാടുള്ള ബിസിനസ്സുകാരനോട് പണം ആവശ്യപ്പെട്ട് മുംബൈയിൽ നിന്ന് ഫോൺ സന്ദേശം എത്തിയത് കഴിഞ്ഞ നവംബറിലായിരുന്നു. തുടർന്ന് അന്തേരിയിലെ 2 പേർ മുംബൈ പോലീസിന്റെ പിടിയിലായി. പൂജാരിയുടെ അടുത്ത കൂട്ടാളികളായ ഇവർക്ക് ലഭിച്ച ഫോൺ കോളുകളും കമ്പ്യൂട്ടറും പരിശോധിച്ചതിനെ തുടർന്നാണ് സെനഗൽ ബന്ധം വ്യക്തമായതെന്നാണ് വിവരം. മുംബൈ പോലീസിലെ ഒരു സംഘം വിനോദസഞ്ചാരികളെന്ന നിലയിൽ സെനഗൽ സന്ദർശിച്ചതോടെയാണ് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത്. പൂജാരി സെനഗലിൽ 2009 മുതൽ താവളമടിച്ചിട്ടുണ്ടെന്നും അവിടെ ഒരു ഹോട്ടൽ ശൃംഖല തന്നെ നടത്തുന്നുണ്ടെന്നും തെളിവ് ലഭിച്ചു. മൈസൂരു സ്വദേശിയായ ആന്റണി ഫെർണാണ്ടസ് എന്ന പേരിൽ സാധാരണ ജീവിതം നയിക്കുകയായിരുന്ന പൂജാരി അവിടെ ഒരു പോലീസ് കേസിലും ഉൾപ്പെട്ടിരുന്നില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. രവി പൂജാരിയെക്കുറിച്ച് അന്വേഷണ സംഘം സെനഗൽ പോലീസിനെ അറിയിച്ചെങ്കിലും മുംബൈ പോലീസിന്റെ വാദം അതേപടി സ്വീകരിക്കാൻ അവർ ആദ്യം തയ്യാറായില്ലെന്നാണ് സൂചന. തുടർന്ന് പോലീസ് സെനഗൽ എംബസിയെ സമീപിക്കുകയായിരുന്നു. പാസ്പോർട്ട് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പൂജാരിയെ കസ്റ്റഡിയിലെടുത്തത്. ഇക്കഴിഞ്ഞ ഡിസംബർ 15-നാണ് നടി ലീന മരിയ പോൾ കൊച്ചിയിൽ നടത്തുന്ന ബ്യൂട്ടി പാർലറിന് നേരെ ആക്രമണം ഉണ്ടായത്. ബൈക്കിലെത്തിയ 2-അംഗ സംഘം വെടിയുതിർത്ത് മടങ്ങുമ്പോൾ അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ പേരെഴുതി കടലാസ് സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു. 25 കോടി ആവശ്യപ്പെട്ട് തൊട്ടുമുൻപുള്ള ദിവസങ്ങളിൽ പൂജാരി ഫോണിൽ ബന്ധപ്പെട്ടതായി ലീന മരിയ കൊച്ചി പോലീസിന് മൊഴി നൽകിയിരുന്നു. റെക്കോർഡ് ചെയ്ത സംഭാഷണം പരിശോധിച്ച് ശബ്ദം പൂജാരിയുടേതെന്ന് പോലീസ് ഉറപ്പുവരുത്തിയിരുന്നു. വെടിവെപ്പിന് പിന്നിൽ പ്രവർത്തിച്ച പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളെ കണ്ടെത്താനായിരുന്നു അന്വേഷണം. ഇതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സെനഗലിൽ പൂജാരി പിടിയിലായത്.
വെടിവെപ്പ് നടന്ന സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ രവി പൂജാരി പ്രതിയായിരുന്നില്ല. പിന്നീട് പോലീസ് രേഖപ്പെടുത്തിയ ലീന മരിയ പോളിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂജാരിയെ പ്രതി ചേർക്കുകയായിരുന്നു. ഈ റിപ്പോർട്ട് അന്വേഷണ സംഘം വൈകാതെ കോടതിക്ക് നൽകും. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇത് അനിവാര്യമാണെന്നും കൊച്ചി പോലീസ് പറഞ്ഞു. പെട്ടിക്കടയുടെ വാടകയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ തിരുനക്കരയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. നാട്ടകം മറിയപ്പള്ളി പുഷ്പഭവനിൽ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട നീലിമംഗലം ചിറയിൽ റിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനിയുടെ തിരുനക്കരയിലുള്ള പെട്ടിക്കട റിയാസിനെ വാടകയ്ക്ക് നൽകിയിരുന്നു. ഇതിന്റെ വാടകയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. വയറിൽ കുത്തേറ്റ 10 മിനിറ്റോളം രക്തം വാർന്ന് ഇടവഴിയിൽ കിടന്ന അനിയെ യാത്രക്കാരാണ് ആദ്യം കണ്ടത്. പോലീസ് എത്തിയ അനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തിരുവല്ലയ്ക്ക് സമീപം മണിമലയാറിലെ കണ്ണാലിക്കടവിൽ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രി 10 മണിയോടെ വലക്കാരനാണ് മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ കാമുകനെയും സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ മൻസൂർ, മുഹമ്മദ് നാസി, ബദർ മുനീർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 1 വർഷമായി പെൺകുട്ടിയെ പ്രതികൾ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിവരം. പെൺകുട്ടിയുടെ നഗ്നദൃശ്യം കാമുകൻ മൻസൂർ മൊബൈലിൽ പകർത്തി. പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി മൻസൂറും സുഹൃത്തുക്കളും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സ്കൂൾ കലോത്സവം നടക്കുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ മൻസൂർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. പെൺകുട്ടിയെ കാറിൽ പരപ്പനങ്ങാടി, മലപ്പുറം, കോട്ടക്കുന്ന് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയായിരുന്നു പീഡനമെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ സ്കൂൾ അധികൃതർ കൌൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് ക്രൂരത പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചു. ചൈൽഡ് ലൈനിന്റെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ, ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാറശാലയിൽ നിയമവിദ്യാർത്ഥിനിയെ കോളേജ് സെക്യൂരിറ്റി ജീവനക്കാരി മർദ്ദിച്ചെന്ന പരാതി. പാറശാല CSI ലോ കോളേജിലെ നിയമവിദ്യാർത്ഥിനിക്കാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. അടിയേറ്റ പെൺകുട്ടിയുടെ കണ്ണിന് സാരമായി പരിക്കേറ്റു. വിദ്യാർത്ഥിനിയെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലൈബ്രറി റൂമിൽ വെച്ചായിരുന്നു മർദ്ദനം. വിദ്യാർത്ഥിനിയെ ആക്രമിച്ച വനിതാ ജീവനക്കാരിക്കെതിരെ കുട്ടിയുടെ അമ്മ പാറശാല പോലീസിൽ പരാതി നൽകി. മുണ്ടുടുത്ത് ജോലിക്ക് എത്തിയതിന് KSEB ഓവർസിയറെ മേലുദ്യോഗസ്ഥൻ മർദ്ദിച്ചെന്ന പരാതി. കാടാമ്പുഴ KSEB സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരനായ ശ്രീകുമാറിനാണ് മർദ്ദനമേറ്റത്. ജോലിക്ക് വന്നതിന് സബ് എഞ്ചിനീയർ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കാടാമ്പുഴ KSEB സെക്ഷൻ ഓഫീസിലെ ഓവർസിയർ ശ്രീകുമാറിന്റെ പരാതി. തന്നോട് അകാരണമായി വഴക്കിടുകയും കയ്യേറ്റം ചെയ്യുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തെന്ന് ശ്രീകുമാർ പറയുന്നു. വയറിന് അസുഖമായതിനാലാണ് മുണ്ടുടുത്തത്. എന്നാൽ അക്കാരണത്താൽ ഡ്യൂട്ടിയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞായിരുന്നു മേലുദ്യോഗസ്ഥൻ ശ്രീകുമാറിനെ മർദ്ദിച്ചത്. മുണ്ടെടുത്തുകൊണ്ട് ഡ്യൂട്ടി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 10 മണിയാകുമ്പോൾ പോയി മാറി വന്നോളാന്ന് പറയും. വീണ്ടും ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ഉദ്യോഗസ്ഥൻ കടന്നു വരികയും മുണ്ടെടുത്തുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഡ്യൂട്ടി എടുക്കണം, ഞാൻ എൻ്റെ ഡ്യൂട്ടി എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഇയാൾ എന്നെ ഓടി വന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നിട്ട് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും എന്നെ ആ ഭിത്തി ചേർത്ത് വെച്ച് ഇടിക്കുകയും എൻ്റെ തലയിലും നെഞ്ചിലുമൊക്കെ ഇടിക്കുകയും എൻ്റെ ഷർട്ട് വലിച്ചു കീറുകയും എൻ്റെ കണ്ണാടി അടിച്ച് തറയിടുകയും. മർദ്ദനത്തിൽ തലക്ക് പരിക്കേറ്റെന്നും നെഞ്ചുവേദന ഉണ്ടായെന്നും ശ്രീകുമാർ പറയുന്നു. പരിക്കേറ്റ ശ്രീകുമാർ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിനും KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്ന് ശ്രീകുമാർ പറഞ്ഞു. 9 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാറ്റൂർ കടപ്പുറ സ്വദേശിയും വിവാഹിതയുമായ 25-കാരിയാണ് പിടിയിലായത്.
കുട്ടിയുടെ അമ്മയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. ശാരീരിക അസ്വസ്ഥതകൾ കാണിച്ച കുട്ടിയെ ഡോക്ടറെ കാണിക്കുകയും തുടർന്ന് കൗൺസിലിംഗിന് വിധേയനാക്കുകയും ചെയ്തതോടെയാണ് പീഡന വിവരം പുറത്ത് വന്നത്. കുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതേസമയം കേസ് കെട്ടിച്ചമച്ചതാണെന്ന് യുവതിയുടെ ഭർത്താവ് ആരോപിച്ചു. കുട്ടിയുടെ അമ്മയുമായുള്ള സാമ്പത്തിക തർക്കമാണ് കേസിന് പിന്നിലെന്നും യുവതിയുടെ ഭർത്താവ് കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ചിറ്റാരിക്കലിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്നു 110 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട കുന്നംകൈ സ്വദേശി നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പൊതികൾ. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നൌഫലിനൊപ്പമുണ്ടായിരുന്ന സോണി എന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇയാളെ ഉടൻ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം. 1.25 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ തളിപ്പറമ്പ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. തളിപ്പറമ്പ് കാര്യാമ്പലത്ത് വെച്ചാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് കൃഷ്ണകുമാറും സംഘവും ഇവരെ അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും വൻതോതിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ആവശ്യക്കാരായി വേഷം മാറിയെത്തിയ എക്സൈസ് സംഘത്തിന് 2 ദിവസമെടുത്താണ് കഞ്ചാവ് സഹിതം പ്രതികളെ പിടികൂടാനായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർമാരായ എബി തോമസ്, KP മധുസൂദനൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ V മനോജ്, KTN മനോജ്, M സുരേന്ദ്രൻ, ഡ്രൈവർ CV അനിൽകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 2 കിലോ കഞ്ചാവുമായി ബോഡി നായ്ക്കന്നൂർ സ്വദേശി നെടുങ്കണ്ടത്ത് അറസ്റ്റിലായി. തമിഴ്നാട്ടിൽ നിന്നും രാജാപ്പാറ മെട്ട് വഴിയുള്ള കാട്ടുപാതയിലൂടെ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടയിലാണ് പ്രതി രാജ്കുമാർ എക്സൈസിന്റെ വലയിലായത്. ഇടുക്കി ഡെപ്യൂട്ടി കമ്മീഷണർ MJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള നെടുങ്കണ്ടം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിനെ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് രാജാപ്പാറ വെയിറ്റിംഗ് ഷെഡിൽ നിന്നും 2 കിലോ കഞ്ചാവുമായി ബോഡി നായ്ക്കന്നൂർ സ്വദേശി രാജ്കുമാറിനെ പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും കാട്ടുപാതയിലൂടെ അതിർത്തി കടത്തി കൊച്ചിയിൽ വിറ്റഴിക്കാനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതി സമ്മതിച്ചതായി എക്സൈസ് സംഘം പറഞ്ഞു. രാജാപ്പാറ മേട്ടിൽ കാട്ടുപാതയിലൂടെ എത്തി രാജാപ്പാറ വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ G വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത്. കിലോയ്ക്ക് 12,000 രൂപയ്ക്ക് വാങ്ങിച്ചാണ് മൊഴി നൽകിയിട്ടുണ്ട്. പതിവായി കഞ്ചാവ് എറണാകുളം സ്വദേശികൾക്ക് നൽകുന്നതായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാജാപ്പാറയിലെ കാട്ട് വഴിയിലൂടെ നടന്ന് വന്ന് ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ കാത്തു നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പിടിയിലായത്. കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെയും അതിർത്തിയിലൂടെ നടന്ന കഞ്ചാവ് കടത്തുന്നതായി എക്സൈസ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുള്ളതാണ്. അതുപ്രകാരം നടത്തി പരിശോധന. പതിവായി കാട്ടുപാതയിലൂടെ അതിർത്തി കടത്തി കൊച്ചിയിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന ആളാണ് പിടിയിലായതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.